ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ആവോലിക്കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഒരു ഉള്ളി, ഒരു തക്കാളി, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും എടുത്തിട്ട് നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയിൽ വഴറ്റി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും എടുത്ത് നന്നായിട്ട് അതിൻ്റെ കൂടെ ഇട്ട് വഴറ്റി കുറച്ച് പച്ചവെള്ളം, ഒരു ഗ്ലാസ് പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. കുറച്ച് വെളുത്തുള്ളിയും കൂടി തിളച്ച് വരുമ്പോഴേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ച ആവോലി, ഞാൻ ഒരു ആവോലീൻ്റെ പീസ് 3 കഷ്ണമാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ആവോലീൻ്റെ തലയും 3 ആവോലിയായിരുന്നു. അപ്പോൾ ആ 3 എണ്ണം ഒരു 9 പീസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തലയൊന്നിട്ട് വേവിച്ചു. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കഷ്ണം കൂടിയിട്ടിട്ട് നന്നായിട്ട് അതിൽ ആ മസാലയൊക്കെ പിടിച്ച് വരുന്നത് വരെ നല്ലോണം റെഡിയാക്കി കൊടുക്കാം. ഇപ്പോൾ തലയിലൊക്കെ നന്നായിട്ട് ഈ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഈ കഷ്ണം കൂടിയിട്ട് വേവിക്കാം. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കഷ്ണം കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ കഷ്ണം കൂടി നല്ല കഴുകി വൃത്തിയാക്കി 3 കഷ്ണമാക്കി മുറിച്ചിട്ടുള്ള കഷ്ണം കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ മസാല എല്ലാത്തിലും കഷ്ണത്തിലൊക്കെ ഇങ്ങനെ എല്ലാ കഷ്ണത്തിലും വരുന്ന വിധത്തിലാക്കണം. നമുക്ക് ഓരോന്നിലായിട്ട് കുറേശ്ശെ മസാല പുരട്ടാം. ഏകദേശം എല്ലാത്തിലും വരുന്ന വിധത്തിൽ ഇങ്ങനെ മസാല ആക്കുന്നുണ്ട്. അധികം ഒരുപാട് ഗ്രേവി ഇല്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നോക്കിയപ്പോൾ കുറച്ചധികം ഗ്രേവി വെച്ചിട്ടായിരുന്നു ഇത് കറിയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം കുറച്ചൊരു നല്ല തിക്കായിട്ടുള്ളതിൽ നമുക്ക് ഒഴിച്ചു കൂട്ടാൻ വേറെ കറിയുള്ളപ്പോൾ ഒന്ന് തൊട്ട് കൂട്ടാനായിട്ടൊരു മീൻ കറി അങ്ങനെ ആക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ ആക്കി നോക്കി നിങ്ങളാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആവും കേട്ടോ. പറയാൻ പറ്റില്ല, അത്രയും ടേസ്റ്റ് ആവും. വേഗം സിമ്പിളായിട്ട് കഴിയും ചെയ്യും, പെട്ടെന്ന് തന്നെ കഴിയും ചെയ്യും. പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ടാവും. ഒരു അടിപൊളി കറിയാണ്, വളരെ പെട്ടെന്ന് ആക്കാൻ പറ്റുന്നത്. ഇപ്പോൾ തക്കാളി പുളി ഞാൻ ഒഴിക്കാറില്ല കേട്ടോ, വാളംപുളി ഒഴിക്കാറില്ല. അപ്പോൾ കുടംപുളീൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല, അതുകൊണ്ട് ആ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അത് ഇടാറില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാളംപുളിയോ അല്ലെങ്കിൽ കുടംപുളിയോ ഏതാണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനൊന്നും ആഡ് ചെയ്തിട്ടില്ല. എല്ലാം തന്നെ സൂപ്പറായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്